കേരള സ്റ്റോറി എന്ന സിനിമ കണ്ട് കേരളത്തിലെത്തിയ RSS നേതാവ് പവൻ ജിൻഡാൽ 8 ദിവസത്തിന് ശേഷം തിരികെ പോയത് കേരളത്തെ പ്രശംസിച്ചതിന് ശേഷമാണ്. ഈ ദിവസങ്ങളിൽ പവൻ ജിൻഡാലിനൊപ്പം ഉണ്ടായിരുന്നത് മുളന്തുരുത്തി സ്വദേശിയായ ടാക്സി ഡ്രൈവർ രഞ്ജുവാണ്. കേരളത്തിലെ കാഴ്ചകളും രഞ്ജുവിന്റെ വാക്കുകളുമാണ് RSS നേതാവിന്റെ കാഴ്ചപ്പാടിന്റെ മാറ്റത്തിന് പ്രധാന കാരണം. അടുത്തിടെ ഫേസ്ബുക്കിൽ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. RSS നേതാവ് പവൻ ജിൻഡാലും കുടുംബവും 8 ദിവസത്തെ കേരള സന്ദർശനത്തിനായി സെപ്റ്റംബർ മാസത്തിലെത്തി. ദ കേരള സ്റ്റോറി സിനിമ കണ്ട് കേരളത്തെക്കുറിച്ച് വളരെ തെറ്റായ മനോഭാവത്തോടെയായിരുന്നു ഈ പവൻ ജിൻഡാലും കുടുംബവും കേരളത്തിലെത്തിയത്. ഈ 8 ദിവസത്തിന് ശേഷം കേരളത്തെക്കുറിച്ചുള്ള അവരുടെ മനോഭാവം അപ്പാടെ മാറി. അന്നത്തെ ആ ടാക്സി ഡ്രൈവറും ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പിന്നിലുള്ള ആളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ഒപ്പം ചേരുന്നത്. എപ്പോഴാണ് യാത്ര തുടങ്ങിയത്? യാത്ര തുടങ്ങിയത് സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 1 വരെയായിരുന്നു യാത്ര. യാത്ര ആരംഭിച്ചത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടതിന് ശേഷം പിന്നീട് പോയത് അമൃതാനന്ദമയുടെ ആശ്രമത്തിലേക്കായിരുന്നു. അവരുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ഒരു വരവ്. അതിനോടൊപ്പം തന്നെ കേരളം കാണുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ അവർക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് മൂന്നാറിലേക്കും പോയി, മൂന്നാറിൽ നിന്നും തിരിച്ചവർ അവരുടെ വീട്ടിലേക്കും പോയി. അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ അവർ കേരള സ്റ്റോറി സിനിമ കണ്ടിരുന്നവർ പറഞ്ഞിരുന്നവർ. പക്ഷെ അതിൽ ഉള്ള ഒരു സാധനമല്ല കേരളത്തിൽ നിന്നും അവർക്ക് കിട്ടിയത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും അതിൻ്റെ മുമ്പിൽ സാധാരണ ഭിക്ഷക്കാർ അവരുടെ നാടുകളിലെല്ലാം അമ്പലങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഭിക്ഷക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് 1-2 പേരെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അത് അവരുടെ മുഖത്തൊരു ഒരു വല്ലാത്തൊരു ആശ്ചര്യം ഉണ്ടാക്കിയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ കേരളം വിടാൻ നേരത്ത് പറഞ്ഞ കാര്യം എന്താണ് കേരളത്തെക്കുറിച്ച്? അവർക്ക് എന്തോ ഒരു വേറൊരു ലോകത്ത് വന്ന് പെട്ടുപോലെയാണ്. കാരണം നമ്മുടെ എല്ലാം വീട് കണ്ടിട്ട് അവർ ഭയങ്കര അത്ഭുതപ്പെട്ടുപോയി. ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാലസിനോട് സമാനമായ വീടുകൾ കണ്ടു. പല രീതിയിലുള്ള ഭക്ഷണം, കേരളത്തിലെ ഓരോ സ്ഥലത്തുനിന്ന് ഒരു ഭക്ഷണം കഴിച്ചാൽ വളരെ സന്തോഷകരമായിരുന്നു ആ ഭക്ഷണത്തിൽ. ഇതൊക്കെ തന്നെയാണ് ഞാൻ അതിലേക്ക് എഴുതാനുള്ള ഒരു സാഹചര്യം. ഇപ്പോൾ വാക്കുകളിലൂടെയും കാഴ്ചകളിലൂടെയും ഒക്കെ RSS നേതാവിനും കുടുംബത്തിനും ദ റിയൽ കേരള സ്റ്റോറി എന്തെന്ന് കാണിച്ചു കൊടുത്ത ടാക്സി ഡ്രൈവർ രഞ്ജുവിനിരിക്കട്ടെ ഒരു 1.5 കുതിരപ്പവൻ.